പല ലോകരാജ്യങ്ങളും അറിയപ്പെടുന്നത് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കെടുതിയോ ദുരന്തമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്താണ്. അതല്ലെങ്കിൽ ലോകകപ്പ് പോലെയുള്ള ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും കലാകായിക വിനോദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും രാജ്യവും പ്രദേശവും സ്ഥലങ്ങളും ഭരണാധികാരികളും പൊതു കാര്യമായിട്ട് അറിയപ്പെടാറുണ്ട്. നമ്മൾ സ്കൂൾ പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുള്ളത്. കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, പ്രളയം, കാട്ടുതീ, വിമാന ദുരന്തം, സുനാമി പോലെയുള്ള സംഭവങ്ങളൊക്കെ അത്തരം ദുരന്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏത് രാജ്യത്ത് ഇങ്ങനൊരു രാജ്യമുണ്ടോ, ഏത് പ്രദേശത്ത് എത്രത്തോളം കാഠിന്യമുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സ്വാഭാവികമായ രീതിയിൽ ഒരു പഠനം നടത്തുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കുറേ രാജ്യങ്ങൾ, അതിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട കുറേ രാജ്യങ്ങൾ, കുറേ പേരുകൾ, കുറേ സംഭവങ്ങൾ, അതോടൊപ്പം കുറേ കടൽ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. അറിയപ്പെട്ടത് ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അത് പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ പുതിയൊരു അറിവായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് കടലുകൾ, അത് ചെങ്കടൽ, കരിങ്കടൽ, കരീബിയൻ കടൽ, കാസ്പിയൻ കടൽ, ചാവുകടൽ, ഇങ്ങനെ 10-15ഓളം ശ്രദ്ധിക്കപ്പെട്ട ലോകത്തേറ്റവും പ്രശസ്തമായിരിക്കുന്ന കടലിടുക്കുകളുണ്ട്. ആ കടലിൽ 1-2 കടലുകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്ന് ചാവുകടൽ, രണ്ടാമത്തത് കരിങ്കടൽ. ഈ 2 കടലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാനമായിരിക്കുന്ന ഹൈലൈറ്റായിട്ട് എടുക്കപ്പെട്ടത്. നമുക്ക് നോക്കാം. ചാവുകടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ്. അതിന് ഒരുപാട് ചരിത്രപരമായ രീതിയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പ്രവാചകർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രബോധനം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പരാമർശങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ചാവുകടൽ എന്ന് പറയുന്നത്. കാര്യം അതിൻ്റെ കിഴക്ക് ജോർദാനും പടിഞ്ഞാറ് ഇസ്രായേലുമാണ്. പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത് വെസ്റ്റ് ബാങ്ക് വരും. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ വരുന്ന ഭാഗമാണത്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നുള്ളത് നമുക്കത് പരിശോധിക്കാം. ഇതിലെ ജലത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് 34% വരെയാണ്. ഇതിനാൽ മിക്ക മത്സ്യങ്ങൾക്കും അല്ലെങ്കിൽ ജലസസ്യങ്ങൾക്കും ഈ കടലിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിനെ ആ കാലഘട്ടത്തിൽ തന്നെ, പൗരാണിക കാലഘട്ടത്തിൽ തന്നെ ഡെഡ് സീ, അതായത് ചാവുകടൽ എന്ന പേര് വിളിക്കപ്പെട്ടു. എന്നാൽ ചില സൂക്ഷ്മ ജീവാണുക്കൾ ഇവിടെ ഈ തണുപ്പിൻ്റെ അകത്തും, അതായത് ഈ ഉപ്പിൻ്റെ ഇടയിലും ജീവിക്കുന്നുണ്ട് എന്നും കാണാൻ പറ്റും. അത് ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചാവുകടൽ ഒരു അടഞ്ഞ ഉപ്പ് കായലാണ്. മറ്റു സമുദ്രവുമായിട്ട് ഈ കടലിന് യാതൊരു ബന്ധവുമില്ല. ഭൂമിയിലെ കരഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ജലസംഭരങ്ങളിലൊന്നാണ്, അല്ലെ ജലസ്ഥലങ്ങളിലൊന്നായിട്ടാണ് ഈ കടലിനെ അറിയപ്പെടുന്നത്. സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം 430 മീറ്റർ താഴ്ചയിലാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. അത്യധികം ഉപ്പുള്ളതിനാൽ ആളുകൾക്ക് വെള്ളത്തിൽ എളുപ്പത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി കഴിയും. പല ടൂറിസ്റ്റ് യാത്രക്കിടയിലും കടലിലൂടെ നടന്നു പോകുന്നത്, അതിലിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റില്ല. അത് ചാവുകടലാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 34% വരെ ഉപ്പുണ്ട് എന്നതിനാൽ അത് എന്ത് ചെയ്യുക, താഴ്ന്നു പോവില്ല. അതങ്ങനെ തന്നെ ഐസ് കട്ടയായിട്ട് പിടിച്ചെടുക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ടൂറിസ്റ്റ് യാത്ര ചെയ്യുന്നതിനിടയിലൊക്കെ പല ചിത്രങ്ങളും കാണുന്നത് ഈ പറയപ്പെട്ട ചാവുകടലിൽ നിന്നാണ് ചുരുക്കം. ധാതു സമ്പന്നമായിരിക്കുന്ന ചെളിയും വെള്ളവും കാരണം ആരോഗ്യ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ വിനോദസഞ്ചാരമായിട്ടും ഇതിന് പ്രശസ്തിയുണ്ട്. ശാസ്ത്രീയപരമായ രീതിയിൽ പല ഘട്ടങ്ങളിലും പഠനം നടത്താൻ വേണ്ടി ഇവിടുത്തെ മണ്ണുകളും ഈ ധാതുക്കളും അല്ലെങ്കിൽ ഈ ഉപ്പ് സംഭരണങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. പല പഠനങ്ങളും പല പുതിയ കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ചാവുകടലിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഭാഗം. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കിയാണ് പറയുന്നത് ചുരുക്കം. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ കരിങ്കടലിനെ കുറിച്ച് സംസാരിക്കാം. കരിങ്കടൽ എന്ന് പറഞ്ഞാൽ
യൂറോപ്പിനും ഏഷ്യക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഉൾക്കടലാണ് കരിങ്കടൽ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയിൽ ഒന്നുകൂടിയാണ് കരിങ്കടൽ. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, വലിയ രീതിയിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇതിനുണ്ട്. തുർക്കി, ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ, റഷ്യ, ജോർജിയ. തുർക്കിയിൽ നിന്ന് തുടങ്ങി ജോർജിയയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ കടലിൻ്റെ ഏകദേശം. അത് അവിടെ തുടങ്ങി എന്നുള്ളത് ശാസ്ത്രീയപരമായ രീതിയിൽ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കടൽ പോകുന്നത് എന്ന് ചുരുക്കം. 4,36,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു കടൽ പരപ്പാണിത്. ആയം 2,212 മീറ്റർ. ഈ പേര് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഈ പേര് വന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, പുരാതന സംസ്കാരങ്ങളിൽ കറുപ്പ് വടക്കൻ ദിശയെ സൂചിപ്പിക്കുന്ന നിറമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനാൽ തുർക്കിയുടെ വടക്ക് ഭാഗത്തുള്ള ഈ കടലിന് കരിങ്കടൽ എന്ന പേര് അന്നേ ലഭിച്ചതാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അതാണ് ഒരു അഭിപ്രായം പറയുന്നത്. 2-3 അഭിപ്രായങ്ങളുണ്ട്. രണ്ടാമത്തെ പറയുന്നത്, കടലിൻ്റെ ആഴത്തിലുള്ള വെള്ളത്തിൽ ഹൈഡ്രജൻ സൾഫൈഡ് വളരെ കൂടുതലാണ്. ആയതിനാൽ ജീവജാലങ്ങൾ വളരെ കുറവാണ്. ചില ലോഹവസ്തുക്കൾ കറുത്ത നിറമാകുന്നതും ഈ പേര് വരാൻ കാരണമുണ്ട് എന്ന് സങ്കല്പിക്കുന്നു. മൂന്നാമത്തത്, കൊടുങ്കാറ്റ് സമയത്ത് കടൽ വളരെ ഇരുട്ടായിട്ട് കാണപ്പെടുന്നു. ഈ കാരണവും ഇതിന് പേര് വരാൻ കാരണമാണ് എന്ന് പറയുന്നത്. അതായത് 3 ഉദാഹരണം പ്രധാനപ്പെട്ടതിൽ പറയുന്നുണ്ട്. ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചാലും കാണാൻ വേണ്ടി സാധിക്കില്ല. യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സമുദ്രപാതയാണ് ഈ പറയപ്പെട്ട കരിങ്കടൽ എന്ന് നമ്മൾ പറഞ്ഞു. തുർക്കിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം ജോർജിയയിൽ അവസാനിക്കുന്ന തരത്തിലാണ് 1175 കിലോമീറ്റർ നീളവും 610 കിലോമീറ്റർ വീതിയുമുള്ള വിസ്താരമാക്കപ്പെട്ട ഒരു കടൽ പരപ്പാണിത്. വലിപ്പത്തിൽ ലോകത്തിലെ വലിയ ഉൾക്കടൽ ഒന്നായിട്ട് കാണപ്പെടുന്നു. പൗരാണിക പ്രവാചക ചരിത്രവുമായിട്ട് കരിങ്കടലിന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. വിശുദ്ധമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ എവിടെയും കരിങ്കടൽ ഒരു ചരിത്രപരമായിരിക്കുന്ന ഭാഗമായിട്ടോ പ്രവാചക പ്രബോധനം നൽകപ്പെടാൻ വേണ്ടിയിട്ട് കരിങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാലങ്ങളിൽ ഈ ദേശങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരാമർശിക്കപ്പെട്ടത് എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ചെങ്കടലുണ്ട്. ചെങ്കടലിൻ്റെ കഥകൾ നമുക്കത് പിന്നീട് പറയാം. 1000-1500 കിലോമീറ്റർ ഈ വർഷമാണ് കരിങ്കടൽ എന്ന പേരിൻ്റെ ചരിത്രം. അതായത് 1000-നും 1500 വർഷത്തിനും ഇടയിലാണ് കരിങ്കടൽ എന്ന പേര് ഉണ്ടായത് എന്ന് അനുമാനിക്കുന്നു. മുൻപ് പുരാതന ഗ്രീക്കിൽ പോണ്ടോസ് ആക്സിനോസ് അഥവാ അതിഥി സൽക്കാരമില്ലാത്ത കടൽ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ആ വർഷത്തിന് മുൻപുള്ള കഥയാണ് പറയുന്നത്. പിന്നീട് പോണ്ടോസ് എക്സിനിംസ് അതിഥി സൽക്കാരമുള്ള കടൽ എന്നാക്കിയിട്ട് അവർ മാറ്റി. എന്നാൽ പിന്നീട് തുർക്കി പേർഷ്യൻ സംസ്കാരം വളരെ പ്രാധാന്യത്തോടു കൂടി തലയടിച്ച കാലത്താണ് ഈ സംഭവങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് കരിങ്കടൽ എന്ന പേര് നൽകപ്പെട്ടത്. പിന്നീട് അതിന് അങ്ങനെ തന്നെ ബ്ലാക്ക് സീ എന്ന തരത്തിലാണ് പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ അറിയപ്പെട്ടത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഇന്ന് പരാമർശിച്ചത് ഈ പറയപ്പെട്ട 2 കടലുകളെക്കുറിച്ചാണ്. അപ്പോൾ ബാക്കിയുള്ള കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇതിന് കുറച്ചും കൂടി ഡീപ്പായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണം. കൂട്ടിച്ചേർക്കൽ ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം. പിന്നീട് മറ്റേതെങ്കിലും കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കണം താല്പര്യമുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.